നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, കറൻറ്റ്ലി നിങ്ങളോടുള്ള ഒരു സ്നേഹവും നിങ്ങൾക്കിടയിൽ എന്താണ് തടസ്സമെന്നു കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, ഈ ഒരു റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് വ്യക്തിനെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻ കടന്നു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും നിരന്തര അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ വരും. അതുപോലെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നെഗറ്റീവ് സിറ്റുവേഷൻസുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹീലിംഗ് എഴുതുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകുക. കൂട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ടൊരു മറുപടി ലഭിക്കാൻ നിങ്ങളെ അത് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിലെ പാസ്റ്റ് കാര്യങ്ങളാണേലും ഇപ്പോൾ കറൻറ്റ്ലി സംഭവിക്കുന്നതാണേലും നാളെ ഫ്യൂച്ചറിലേക്ക് എന്താണെന്നും, അതുപോലെ തന്നെ ഇതിനകത്ത് തടസ്സങ്ങളുണ്ടോ, ശത്രുദോഷങ്ങളുണ്ടോ, തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനെയാണ് നിൽക്കുന്നത്, അത് അവസാനിക്കുന്നതാണോ, ഇങ്ങനെ എന്ത് കാര്യങ്ങളാണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യരൂപത്തിൽ കിടക്കുന്നത്, അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി ലഭിക്കുന്ന എനർജിയാണ് ടാറോയുടെ എനർജി. അപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളത് ആ രീതിയിലും എടുത്തു നോക്കാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. നിങ്ങളെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന എനർജിയിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ചീറ്റിംഗ് എനർജിയിൽ പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ പെട്ടിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ശക്തമാകുന്ന സ്ട്രഗിൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു റിലേഷനിൽ ഫോക്കസ് ചെയ്തിട്ടും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തപ്പെടലുകളും നിങ്ങൾ ആ ഒരു റിലേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പ്രകാശം, നിങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഒരു പ്രകാശത്തെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് മുന്നേറിയെന്നുള്ള ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അവർക്കൊരു പ്രകാശമായിരുന്നു. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ അവർ ഈ പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം വാല്യൂ നൽകിയിരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ നിർത്തിക്കൊണ്ട് അവർ നിങ്ങളുടെ നിഴലിലൂടെ സക്സസ് ആയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രവുമല്ല, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് അവർ പല രീതിയിലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെ ആ ഒരു പേഴ്സൺ അവരുടെ കൺട്രോളിലാക്കിയിരുന്നു. നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിരുന്നു. നിങ്ങളെ നല്ല രീതിയിൽ ചൂസ് ചെയ്തുകൊണ്ടേ ഇരുന്ന ഒരു റിലേഷനാണ്. പല രീതിയിലും അത് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം നിങ്ങളെ നല്ല പോലെ ചൂസ് ചെയ്തിരുന്ന ഒരു പാസ്റ്റ് എനർജി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് ഡാമേജ് വരുത്തിയ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. അവരെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ അറിയേണ്ടതായിരുന്നു. അവരുടെ എനർജി നിങ്ങളുടെ എനർജിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ പെയിൻ എനർജിയിൽ പോലും നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അവിടെ ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പവർ മറന്നു പോയിട്ടാണ് കേട്ടോ നിങ്ങൾ നിന്നത്. നിങ്ങൾ വളരെ ശക്തമാകുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു കിങ് എനർജിയിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. ഒരു അടിമ പോലെ ആ ഒരു എനർജിയിൽ നിന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിരുന്നു പാസ്റ്റിലെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ബൗണ്ടറി തീർത്ത് നിങ്ങളെ ഒരു പിടി അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ്, അവരുടേതാകുന്ന പൂർണ്ണതകളോ സക്സസ്സുകളോ ഹാപ്പി മൊമെൻറ്റ്സോ ഒന്നും
നിങ്ങളോടൊപ്പം അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ ഒരു റിലേഷൻ പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആയിരുന്നു. നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ബന്ധം വന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റിസ് എനർജിയുടെ ബേസിലായിട്ട് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും കർമ്മ ബേസ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫിലെയോ മുൻകാലങ്ങളിലെയോ മറ്റെന്തെങ്കിലും ഒരു കർമ്മയെ ബേസ് ചെയ്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാവാം, നിങ്ങൾക്കൊരു ലെസൺ നൽകുന്നതിന് വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജസ്റ്റിസ് ആയിരുന്നു. അതായത് നിങ്ങളെ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഴൽ നാടകം എന്നൊക്കെ പറയും പോലെ ശരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു പാസ്റ്റിലെ ഒരു ബന്ധം എന്താണ് സംഭവിക്കുന്നതെന്നത്. നിങ്ങൾ നിഴലിനെ പോലും വിശ്വസിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും മുന്നോട്ടേക്ക് ഈ ഒരു കറൻറ്റിലി നോക്കുമ്പം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അതായത് പാസ്റ്റിൽ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് യാതൊരു വാല്യുബിൾ ആയിരുന്ന വ്യക്തിയുമല്ലായിരുന്നു. നിങ്ങൾ അവർക്ക് ഒരിക്കലും പ്രാധാന്യം അവർ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല. മാക്സിമം നിങ്ങളെ അവർ താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ നിങ്ങളെ ചെറുതാക്കി കാണാനും നിങ്ങളെ അവരുടേതാകുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകരണമാക്കി മാറ്റാനും ശ്രമിച്ചിരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അവിടെ നിന്നും ഇന്നിപ്പം എംബറസ് എനർജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി വെച്ചിരുന്നു. അതായത് നിങ്ങൾ അവരിലേക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും വന്ന് ചേരരുത്, അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുക, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക എന്ന് ചിന്തിച്ച സിറ്റുവേഷൻസിൽ നിന്നും ഇന്ന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാനും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കം, സക്സസ്, ഇതെല്ലാം ഇന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. പ്ലസ് ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കണമെന്നുള്ള ഒരു ഇന്നർ കോളിംഗ് അവരിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകാതെ പോയ ഒരു വാല്യൂ നൽകാതെ പോയതിൻ്റെ ഫലമായിരിക്കാം. അതല്ല എങ്കിൽ അവർക്ക് ചില തിരിച്ചറിവുകൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുന്നതാവാം. ഒരു റീബർത്ത് എനർജി ഇപ്പം കറൻറ്റ്ലി അവർ ചിന്തിക്കുന്നു. അവരുടെ ചിന്തകളിൽ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവരെ പൂർണ്ണതയിൽ, അതായത് നിങ്ങളുടെ ഓർമ്മകളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എപ്പോഴും 24 അവേഴ്സും കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു റീബർത്ത് എനർജി, ഒരു ഗുഡ് ന്യൂസ് എനർജി, ഒരു മനസ്സിലാക്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക് അവരുടെ തോട്ട്സ്, ചിന്തകൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ വാല്യൂ, അവരുടെ ഒരു ലോകം ശരിക്കും നിങ്ങളായിരുന്നു. അവർക്കിടേതാകുന്ന ആ ഒരു ഡെസ്റ്റിനിയിൽ പെട്ടത് നിങ്ങളായിരുന്നു എന്നുള്ളതുമെല്ലാം കറൻറ്റ്ലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതൊരു ഏഞ്ചൽസ് മെസ്സേജ് പോലെയാണ്. അവരിലേക്ക് ഒരു ഏഞ്ചൽസ് മെസ്സേജ് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പല രീതിയിലും അവർക്കത് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ പ്രസൻസ് എന്തായിരുന്നു, നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട എനർജി ആയിരുന്നു, ഒരു റീബർത്ത് എനർജി ആയിരുന്നു എന്നെല്ലാം അവർക്കൊരു ഏഞ്ചൽസ് പ്രസൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു രീതിയിലും എഫോർട്ട് എടുക്കാതിരുന്ന ബന്ധമാണ് എങ്കിൽ അവരിന്ന് എഫോർട്ട് എടുക്കണമെന്ന് ചിന്തിക്കുന്നു. അവരുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ, വലുതും ചെറുതുമാകുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കുമ്പം അവർ ഒന്നും ചെയ്യാതെ, ഒരു രീതിയിലും ഒരു നല്ലൊരു പ്രസൻസ് നൽകാതിരുന്നതും നിങ്ങളെന്ന് പറയുന്ന എനർജിയെ തന്നെയാണ്. അത് മാറ്റി വെച്ചിരുന്ന ഒരു ബന്ധം പോലെയാണ്. അവരുടെ മനസ്സിനകത്ത് അത് അവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട, അവിടെ ഫോക്കസ് ചെയ്യുന്നതിലൊന്നും കാര്യമില്ല എന്നുള്ള ചിന്തയോടുകൂടി, നിങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത വിധമുള്ള ഒരു ചിന്തയോടുകൂടി അവർ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു, മാറ്റി വെച്ചിരുന്ന റിലേഷനായിട്ടാണ് കാണുന്നത്. ഇന്ന് അവരവിടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന, അവരുടെ മുന്നിലുള്ള പല ഓപ്ഷൻസുകൾക്ക് മുന്നിലും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അവരുടെ കൈക്കുള്ളിൽ തന്നെ നിർത്തണം എന്ന് തോന്നിക്കുന്ന ഒരു എനർജി നിങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് കേട്ടോ. വളരെ ആഴത്തിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയും നിങ്ങളെയും അവരിപ്പം ജഡ്ജ് ചെയ്യുമ്പം ആ ഒരു ജഡ്ജ്മെൻറ്റിനകത്ത്
ശരിക്കും നിങ്ങൾക്കാണ് വാല്യൂ ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ലോസ് സംഭവിപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും പലതും ലോസാക്കി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും മിസ്യൂസിങ് ചെയ്തിട്ടുണ്ട്. തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്ന എനർജി നിങ്ങളെന്ന് പറയുന്ന ആ ഒരു തട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അതിലൂടെ അവർക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ഇപ്പോൾ സ്നേഹിക്കുന്നു. നിങ്ങളിലുണ്ടായിരുന്ന ചില കുറവുകൾ, നിങ്ങൾക്കിടയിൽ അവർ വെച്ചിരുന്ന ചില നിബന്ധനകൾ, അതിർവരമ്പുകൾ, ഇതൊന്നും ഇപ്പോൾ അവരുടെ ഉള്ളിലുമില്ല, അവരുടെ സിറ്റുവേഷൻസിലുമില്ല. അവരിപ്പം നിങ്ങളെ ഫ്രീ ബേഡാക്കി മാറ്റിയിരിക്കുന്നു. അതായത് നിങ്ങൾക്കിടയിൽ അവർ ഇട്ടിരുന്ന ചങ്ങലക്കെട്ട് അവർ സ്വയം മനസ്സുകൊണ്ട് പൊട്ടിച്ച് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു സാധ്യത ഈ ഒരു എനർജിയെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി ശക്തമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്കപ്പോൾ 8 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ സാധിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നു, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ശരിക്കും അവർ സ്ട്രെസ് എനർജിയാണ് കേട്ടോ. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. അവരൊരു വല്ലാത്ത ഒരു പരിഭ്രമം പിടിച്ച് അല്ലെങ്കിൽ വല്ലാത്ത ഒരു ടെൻഷനിലാണ്, സ്ട്രെസ് എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരെ ആരൊക്കെയോ വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനോടെ അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. അവർക്ക് ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒന്നിലധികം പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അത് ഹെൽത്ത് പരമായിട്ടാണെങ്കിലും വെൽത്ത് പരമായിട്ടാണെങ്കിലും ചില ബന്ധങ്ങളിൽ അവർക്ക് ചേർത്ത് നിർത്തേണ്ട, അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളിലൊക്കെ വലിയ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതവരെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. അവരെപ്പോഴും വാച്ചിങ് ചെയ്യുന്ന ചില വ്യക്തികളുടെ പ്രസൻസും അവരുടെ ലൈഫിൽ കറക്റ്റ് സമയത്തുണ്ട്. അവർക്ക് തിരിയാനോ മറിയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ, അവർക്ക് ശരിക്കും ശ്വാസം വിടാൻ പോലും അനുവാദമില്ലാത്ത ചില സിറ്റുവേഷൻസുകളും ചിലരുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരൊരു വെയിറ്റിങ്ങിനാണ്, ഒരവസരത്തിലാണ്. അവർക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളെ, ഒന്നിലധികം പ്രശ്നങ്ങളെ അവർക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് കുറച്ച് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. പുതിയ ചില കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ മറ്റ് ചില മാറ്റങ്ങളൂടി വരുത്തേണ്ട സമയമാണ്. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങളും ശക്തമായിട്ടുണ്ട്. പ്ലസ് നിങ്ങളുടെ ആ ഒരു ലോസ് എനർജിയും അവരെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. എന്താണെങ്കിലും ഈ പേജസ് വൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫോക്കസ്ഡ് ആണ്. അതായത് കർമ്മ അവസാനിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്. ഒരു പക്ഷേ അവർ കർമ്മ ടൈമിലായിരിക്കാം നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകളും തെറ്റിദ്ധാരണകളും ശക്തമാകുന്ന വിരക്തിയും മടുപ്പും ഒക്കെ ഫീൽ ചെയ്തത് കർമ്മ ടൈമിലായിരുന്നു കാണും. ഇപ്പോൾ അതെല്ലാം അവസാനിച്ചൊരു ജസ്റ്റിസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഈ ഒരു ബന്ധത്തിൽ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കേണ്ട ഒരവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യാൻ തയ്യാറാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ എന്താണോ അവരിൽ നിന്ന് തെറ്റുപറ്റിയത് അതവർ ക്ലാരിറ്റി വരുത്താൻ, ക്ലിയറൻസ് വരുത്തണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. സ്റ്റിൽ അവർ വെയിറ്റിംഗ് ആണ് കേട്ടോ. പ്രതിസന്ധികളെ മറികടന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻഡിസിഷൻ എനർജി ഉണ്ട്. അതായത് എടുത്ത് ചാടി അവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ള ഒരു ഭയം അതവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ലഭിക്കുമ്പം അവർക്ക് ഒരുപാട് നഷ്ടങ്ങളിലേക്ക് അവർ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് സംഭവിക്കാം, ഹെൽത്ത് പരമായിട്ട് അവർക്ക് സംഭവിക്കാം, ബന്ധങ്ങളെ ബേസ് ചെയ്ത് സംഭവിക്കാം.
അവരുടെ കരിയർ എനർജീനെ ബേസ് ചെയ്ത് അവർക്ക് വലിയൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അവർ ചേർത്ത് പിടിക്കുമ്പം മറ്റു പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്നും മിസ്സിംഗ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിലവർക്കൊന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയെ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ അവർക്കൊരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നിങ്ങളെ മിസ്യൂസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരു പക്ഷേ അവരെന്തോ ഒരു വലയത്തിൽപ്പെട്ട് അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്നത് അവരിപ്പം പക്വതയോടുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ട സ്ഥലത്ത് അവർ വളരെ മോശമായ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ അവർ ലൈഫിനെ കൊണ്ടുപോയി ഒരു വല്ലാത്ത വെല്ലുവിളികളിലൂടെ അവർ കടന്നുപോയി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ ചില സമയങ്ങളായിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയം. അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളാണ് അനുഭവിച്ചതെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ് ആണ് എല്ലാ എനർജിയിലും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പുതിയ തുടക്കമെന്ന് പറയുന്നത് ശക്തമാകുന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ലൊരു തിരിച്ചറിവോടുകൂടി ഒരു തുടക്കം തന്നെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി. നിങ്ങൾക്കൊരു സ്നേഹം നൽകണം, നിങ്ങളിലേക്കൊരു സ്നേഹോപകാരമായിട്ട് വരണം എന്നവർ വല്ലാതെ അവർക്ക് നിങ്ങളോട് ശക്തമായ റൊമാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യുന്നുണ്ട്, അവർ സ്വപ്നം കാണുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ആക്ഷൻ എടുക്കാതെ അവരിങ്ങനെ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, പക്ഷെ അവർ സ്വപ്നം കാണുന്നു നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളെന്നാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റു ചില എനർജികൾ ഇവിടെ തടസ്സമായിട്ടുണ്ടാകുന്നത് ഒരു പക്ഷേ ഫാമിലി ആവാം, പേരൻസിൻ്റെ എനർജി ആവാം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരോടൊപ്പമുള്ള സൗഹൃദ വലയങ്ങളുടെ പ്രസൻസ് ആവാം, അതുപോലെ സഹോദര എനർജിയെ ബേസ് ചെയ്താവാം. അപ്പം അവർക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങളോട് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും തോന്നുമ്പോഴും മറ്റൊരിടത്ത് അവർക്കൊരു പ്രതിസന്ധി ഉണ്ട്, തടസ്സം, ഒരു ബ്ലൈൻഡ് എനർജി, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ട്രാവലിംഗ് എനർജിക്ക് ബ്ലോക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അൺഹെൽത്തി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലവർക്ക് ഭയങ്കര നിരാശയുണ്ട്, അവരുടെ ഉറക്കം കെടുത്തിക്കളയുന്ന, അവർക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസ് അവരിൽ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇമോഷണലി ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കോൺഫ്ലിക്റ്റിനായിട്ട് അവരുമായിട്ട് ശക്തമായിട്ട് വാക്കേറ്റവും മറ്റു രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യുന്ന എനർജികൾ അവരിലുണ്ട് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇമോഷണൽ അബണ്ടൻസ് ആണ്, നിങ്ങളോട് വളരെ അട്രാക്ഷൻ ഉണ്ടെങ്കിലും ഈ കറൻറ്റിലേക്ക് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളെ നോക്കി നിൽക്കാൻ മാറ്റാം, ദൂരത്ത് നിന്ന് നിങ്ങളെ നോക്കി കാണുക, നിങ്ങളെ മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുമായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ശക്തമാകുന്ന എനർജികളെ തന്നെയാണ്, ബന്ധങ്ങളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവരിൽ എപ്പോഴും ഒരു നിരാശ നിൽക്കുന്നത്, കുറ്റബോധം നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നൽകിയ കപ്പ് ഓഫ് ലവ് അവർ റിജക്റ്റ് ചെയ്തതിൽ. അവർ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു, മറ്റെന്തോ വലിയ കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു പാസ്റ്റ് എനർജി ഉണ്ട്. അതവരുടെ ഉറക്കം കെടുത്തിക്കളയുന്നുണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ, അവരുടെ നഷ്ടത്തിൻ്റെ വാല്യൂ, അവരുടെ കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ കാണുന്നു, നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കണ്ട് സന്തോഷിക്കുന്നു, നിങ്ങളെ ഇമാജിൻ ചെയ്ത് അവർ ഹാപ്പി മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്ലസ് അവർക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർ നിങ്ങളെ തേടി വന്നാൽ നിങ്ങളൊരിക്കലും അവരെ അവോയ്ഡ് ചെയ്യില്ല, ഒഴിവാക്കില്ല, തള്ളിപ്പറയില്ല എന്നുള്ള ഒരു വിശ്വാസം അവരിൽ വളരെ ശക്തമാകുന്ന ചില സമാധാനവും ഒരു ആത്മവിശ്വാസമൊക്കെ അവരിൽ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലെ തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങളാണ് കേട്ടോ. അതായത് കൺഫ്യൂഷൻ എനർജി നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ടുണ്ടായിരുന്നു. അവരുടെ ഇമോഷണൽ പരമാകുന്ന ഈഗോ, ആ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള ഒരു
ആഗ്രഹത്തെ അങ്ങ് പറയുക എന്നത്, പ്രകടിപ്പിക്കുക എന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആശയക്കുഴപ്പത്തിനും കൺഫ്യൂഷനും ഇട വന്നത് നിങ്ങൾക്കിടയിലെ ഒരു ശക്തമാകുന്ന തടസ്സമാണ്. ചിലരെ സംബന്ധിച്ച് സാമ്പത്തികമാകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലേക്ക്, വിദേശത്തേക്കൊക്കെ ആളുകൾ ചേഞ്ച് ആയതും നിങ്ങൾക്കിടയിൽ ബന്ധത്തിൻ്റെ ദീർഘനാളത്തേക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഒരു ബൗണ്ടറി ഇട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് വന്നു എന്ന് പറയാൻ പറ്റും. ചിലരെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പം പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയിലേക്കാവാം, ബന്ധങ്ങളിലേക്കാവാം, അല്ലെങ്കിൽ പാസ്റ്റിലെ ചില ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ജഡ്ജ്മെൻറ്റിങ് പോലെ ന്യായം നടപ്പിലാക്കണമെന്നുള്ളതിൻ്റെ പുറമെ പോയിട്ടുണ്ട്. മറ്റാരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ തിരിച്ചു പോകേണ്ടി വന്ന സിറ്റുവേഷൻസും നമുക്ക് കുറച്ച് ആളുകളുടെ എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചിലരുടെ എനർജിയിൽ കൺട്രോളിങ് ആൻഡ് വിൽ പവറാണ്. അതായത് അവർ സ്ട്രോങ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തത്, അതായത് ശരിയും തെറ്റും മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഇതിനകത്ത് എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി അവരുടെ ബ്ലെസ്സിങ്സ്, അവരുടെ മാത്രം സക്സസ്സിലേക്ക് ഫോക്കസ് ചെയ്തതും നിങ്ങൾക്കിടയിൽ ചില തടസ്സങ്ങളുണ്ട്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈഗോയാണ്. ഈഗോ മീൻസ് അവരുടെ മനസ്സിലുള്ള ചില അഡിക്ഷനുകൾ മറ്റു കാര്യങ്ങളോട്, മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങളോടാവാം, അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ മുന്നിലേക്ക് വരുന്നതിൻ്റെ ഒരു ഈഗോയാവാം. ഇതെല്ലാം കാരണം ഒരു ഇമോഷണൽ ബൗണ്ടറി തീർത്തതും നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ കാരണമാണ് കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഈ എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. അനുയോജ്യമായത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക.